ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയുന്നതിന് വേണ്ടി ഈ കാണുന്നത് പഴയ പാലമാണ്. കൊച്ചിയിൽ നിന്ന്, അതായത് എറണാകുളം ഭാഗത്തുനിന്ന് കൊച്ചിയിലേക്ക്, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന റൂട്ടാണത്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ എന്നും ട്രാഫിക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴി ഇപ്പോൾ അടച്ച് ഒരു 6 മാസം കഴിഞ്ഞാൽ 6 മാസത്തിന് ശേഷം പിന്നെയും ഇത് തന്നെയാണ് അവസ്ഥ. എന്തൊക്കെയായാലും മുഹമ്മദ് റിയാസ് സാറിനെ നേരിട്ട് കാണാനായിട്ടുള്ള ഒരു പരിമിതികൾ ഉള്ളത് കൊണ്ട്, അതും ഇപ്പോൾ ഈ തിരക്കിനിടയിൽ നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സാറിനെ നേരിട്ട് കാണാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എന്നാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഇങ്ങനെ നമുക്കൊരു കാര്യം അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയായാലും ഈ വീഡിയോ കാണുന്നവർ മുഹമ്മദ് റിയാസ് സാറ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് സാറിൻ്റെ ഒരു അടുത്തെത്തുന്നത് വരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മാക്സിമം നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഗർഭിണികളായിട്ടും വരുന്നവരും സുഖമില്ലാത്തവരും എല്ലാവരും ഇതുവഴി തന്നെയാണ് പോകുന്നത്. ഈ കാണുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇവിടെ ഫുള്ള് ട്രാഫിക്കാണ്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് മൊത്തം കാണുന്നത് ഈ ഒരു കുഴിയുടെ ബ്ലോക്കാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണം. ഇതൊരു 6 മാസം വരെയും ഇത് തന്നെയാണ് അവസ്ഥ. സാറ് ടൂറിസം വകുപ്പ് മന്ത്രിയല്ലേ? എന്തൊക്കെയായാലും നമ്മുടെ ടൂറിസത്തിന് വേണ്ടി ഒരുപാട് കോടികൾ മുടക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്ന് പറയുന്നത് ഒരു ടൂറിസം സ്പോട്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് അവിടെ ഫോറിനേഴ്സും ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡൊന്ന് ശരിയാക്കി തരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഇത് കണ്ടാ സാർ, ഇത് എല്ലാവരും ബ്ലോക്കിൽ കിടന്നാണ് പോകുന്നത്. ഈ ബ്ലോക്ക് ഉണ്ടാവുന്നത് ഈ ഒരു കുഴിയുടെ ബ്ലോക്ക് കൊണ്ടാണ്. ഈ ഒരു കുഴി ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രയും ബ്ലോക്ക് വരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 6 മാസം ഇത് അടച്ചാൽ തന്നെയും 6 മാസമേ ഇതിൻ്റെ കാലാവധി ഉണ്ടാവുള്ളൂ. ഒരു 6 മാസം കഴിഞ്ഞാൽ പിന്നെയും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അത് കൂടാണ്ട് തന്നെ ഈ ഓൾഡ് ഹാർബർ പാലം, പഴയ പാലം, അതായത് തോപ്പുംപടി പഴയ പാലം, ഇതിൻ്റെ ബലക്ഷയം വളരെ ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ബലക്ഷയം കൂടി ഒന്ന് പരിഗണിക്കണം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബ്രിട്ടീഷുകാർ പണിത പാലമാണ്. അതുകൊണ്ട് ഒരുപാട് വർഷങ്ങളായതുകൊണ്ടും ഇവിടുത്തെ ഈ പാലം വളരെ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം ഇത് ചെയ്യാതെ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു അവസ്ഥ മാറ്റി തരണമെന്നാണ് ഒരു സാധാരണ വോട്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഫുള്ള് ഇത് കണ്ടതാണ്. ഇത് ഫുള്ളും ബ്ലോക്കാണ്. ഈ ഒരു കുഴിയുടെ ബ്ലോക്ക് കൊണ്ടാണ് വരുന്നത്. ഈ ഒരു കുഴി ഉള്ളത് കൊണ്ടാണ് ഇവിടെ മൊത്തം ബ്ലോക്ക് വരുന്നത്. സാറിന് കണ്ടാൽ അറിയാൻ പറ്റും. ഇവിടെ ഫുള്ള് ട്രാഫിക്കാണ്. അത് ഈ ഒരു കുഴിയുടെ ഇതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഒരുപാട് പേര് നാട് വിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് ട്രാഫിക് ഉണ്ട്. ഭയങ്കര ട്രാഫിക്കാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് പറയുന്നത്. ഇതുവഴി ഒരുപാട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി പോകുന്നുണ്ട്. പിന്നെ സിനിമാ നടന്മാർ പോകുന്നുണ്ട്. ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഇതിലേ പോകുന്നുണ്ട്. പക്ഷെ അവരാരും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി. ഞാനൊരു സാധാരണ വോട്ടറാണ്. അതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ കുറേ പ്രാവശ്യം ഇതുവഴി പോയിട്ടുണ്ട്. അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു. അപ്പോൾ ഇനി എത്ര നാൾ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കും? ഒരുപാട് ആൾക്കാർക്ക് ഇതിനെതിരെ പറയണമെന്നുണ്ട്. പക്ഷെ ആരും പറയണില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നു സമയമില്ലാത്തതുകൊണ്ടായിരിക്കും. എല്ലാവർക്കും ജീവിക്കണ്ടേ. അതുകൊണ്ടായിരിക്കാം ആരും ഇതിനെതിരെ പ്രതികരിക്കാത്തത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ബ്ലോക്കിന്, ഈ ഒരു ട്രാഫിക്കിന് ഒരു പരിഹാരം കാണണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. താങ്ക് യു. ഇതിപ്പോ പഴയ തോപ്പുംപടി പാലമാണ്. ഇതല്ലാതെ
നമ്മുടെ കുണ്ടന്നൂര് തേവര പാലമുണ്ട്, കുണ്ടന്നൂര് തേവര പാലം. അതും കൂടി അത് 2 ദിവസം അടച്ചിട്ടിട്ടാണ് കുണ്ടന്നൂര് തേവര പാലം അവിടുത്തെ ടാറിങ് എല്ലാം ചെയ്തത്. പക്ഷേ അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെയും രാവിലെയും വൈകിട്ടും ഇത് തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കുണ്ടന്നൂര് തേവര പാലത്തിന്റെയും ശോചനീയാവസ്ഥ മാറ്റി തരണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. അതുകൊണ്ട് ഈ വീഡിയോ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് സാറ് ഒന്ന് ഇതിൽ ഇടപെടണം. എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെട്ട് ഇതിൻ്റെ ഈ ശോചനീയാവസ്ഥ ഒന്ന് മാറ്റി തരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.